അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ വാചകത്തിൽ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് വരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത അഫിഡവിറ്റിൽ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് എന്നൊരു വാദമുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷെ മുൻപ് വന്നിട്ടുള്ള MLA ആയി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത സന്ദർഭങ്ങളിലൊന്നും അത് വന്നിട്ടില്ല. അത് എന്തുകൊണ്ട് വന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളും അതിലുണ്ടാകാം. പക്ഷേ ഇവിടെ അദ്ദേഹത്തിനെതിരായ വ്യക്തിപരമായ വിമർശനമല്ല. ജാതി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിയാലിറ്റി ആണെന്നും അതിനൊരു സാമൂഹിക മൂലധനമുണ്ടെന്നും അതൊരു സാമൂഹികമായൊരു അധികാരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കുമെതിരെയുള്ള വ്യക്തിപരമായ വിമർശനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ സ്വരാജിന് നേരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ സ്വരാജ് നായർ എന്ന് പറയുന്നത് സ്വരാജിന്റെ പേഴ്സണൽ ചോയ്സ് അല്ല, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്. പിന്നെ അദ്ദേഹം മറികടക്കുകയാണ്. ഇത് VD സതീശൻ നായർ എന്ന് പോലുമല്ല, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെയുള്ള ഒന്ന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്. അതങ്ങനെയാണ്. പക്ഷെ മുൻ സന്ദർഭങ്ങളിലൊന്നും അത് വന്നിട്ടില്ല. ഇപ്പോഴത് വരുമ്പോൾ അതിനകത്ത് അദ്ദേഹം ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ജാതി എന്ന് പറയുന്ന ഒരു സാമൂഹിക മൂലധനമുണ്ട്. അതൊരു അബോധമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ബോധപൂർവമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്ന് മാത്രമല്ല, ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. കേരളത്തിലെ ഒരു വലിയ ദളിത് വൈജ്ഞാനികതയുടെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന KK കൊച്ചിൻ്റെ വീട് ഞാൻ അദ്ദേഹം കൂടി ഒരുമിച്ച് സന്ദർശിച്ച ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നെഹ്റുവിൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷേ അംബേദ്കറിനെ കുറിച്ച് അത്ര വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വായിക്കണം. അത് വളരെ സതുദ്ദേശപരമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണ തിരക്കുകൾക്കിടയിലും വായനയ്ക്ക് സമയം കണ്ടെത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അംബേദ്കറെ വായിക്കാൻ അധിക സമയം കണ്ടെത്തണം എന്ന് മാത്രമാണ് പറഞ്ഞത്. തീർച്ചയായും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് ഇത്തരം വിലയിരുത്തലുകൾ, വിമർശനങ്ങൾ അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിലാണത് പറഞ്ഞത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. കോൺഗ്രസ് നേതാവ് VR അനൂപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ VD സതീശനുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിരുന്നു. അത് വ്യക്തിപരമായ വിമർശനമല്ല, അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിൽ മേനോൻ എന്ന പേര് മുഴുവനായി പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് പറയുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ് നിലവിൽ, അതിനെതിരായ വിമർശനം എന്നതാണ് ഇപ്പോൾ VR അനൂപിന്റെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.